ഹായ് ഗൈസ്. അപ്പോൾ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും വന്നേക്കുകയാണ്. അപ്പോൾ എന്തൊരു കുന്തം കൊണ്ടാണ് നീ വന്നേക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ചിരിക്കാനുള്ളതും എന്നാൽ ഭയങ്കര സംഭവം അല്ലാത്തതും എന്നാൽ കുറച്ച് പേർക്കെങ്കിലും ഇൻട്രസ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമായിട്ടാണ്. അപ്പം അതെന്താടാ അപ്പം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, എൻ്റെ വീട്ടിലെ വലിയൊരു സൗണ്ട് സിസ്റ്റത്തെ പറ്റി അതൊരു റിവ്യൂ പോലെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. വലിയൊരു സൗണ്ട് സിസ്റ്റമാണ്. ഏകദേശം ഒരു 10-25 സ്പീക്കർ, ഒരു ആംപ്ലിഫയർ, അതൊക്കെ ചേർത്തുകൊണ്ടുള്ളൊരു വലിയ വീഡിയോയാണ്. അപ്പോൾ അതിൽ ഒരു കുഞ്ഞ് സ്പീക്കർ ഞാൻ ഇപ്പോൾ ഒരു അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. അൺബോക്സ് അല്ല, കാണിച്ചു തരാം. ഈ ഇരിക്കുന്നതാണ് അതിലെ ഏറ്റവും വലിയ സ്പീക്കർ. അത്യാവശ്യം ഭയങ്കര വാട്ട്സാണ്. ഏകദേശം ഒരു 12,000 വാട്ട്സെങ്കിലും ആ ഒരു വലിയ സ്പീക്കറിൽ നിന്ന് നമുക്ക് കിട്ടും. ഏകദേശം ഒരു 6-7 കിലോമീറ്ററൊക്കെ ഭയങ്കര സൗണ്ടിൽ കേൾക്കുന്നൊരു സിസ്റ്റമാണ്. ചുമ്മാ ഗൈസ്. അപ്പോൾ ഞാൻ ഒരു കുഞ്ഞ് സൗണ്ട് സിസ്റ്റത്തെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് വന്നത്. എൻ്റെ റൂമിൽ തന്നെ ഉപയോഗിക്കുന്ന ഒരു കുഞ്ഞ് സൗണ്ട് സിസ്റ്റം. ഭയങ്കര വാട്ട്സും കാര്യങ്ങളൊന്നും ഇല്ല. അത്യാവശ്യം എന്നാൽ നമുക്ക് വീട്ടിലൊക്കെ ഇരുന്ന് പാട്ടൊക്കെ മ്യൂസിക്കൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു കുഞ്ഞ് സൗണ്ട് സിസ്റ്റം. അതിൽ ഒരു സ്പീക്കറാണത്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന ഒരു 8 ഇഞ്ചാണ്. ഒരു ചാനൽ കൊടുത്തേക്കുന്ന 8 ഇഞ്ചാണ്. സബില്ല, സ്റ്റീരിയോ ആണ്. ഒരു അത്യാവശ്യം കുഞ്ഞൊരു വാട്ട്സുള്ള ഒരു ആംപ്ലിഫയറാണ്. ഞാൻ തന്നെ ചെയ്തെടുത്തതാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഒരു ആംപ്ലിഫയറും അതിൽ കൊടുത്തിരിക്കുന്ന സ്പീക്കറും ഞാൻ എന്തായാലും കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ആ ആംപ്ലിഫയർ. സബ് ഉണ്ടെന്നുള്ള ഒരു പേരൊക്കെ കാണാം. സബില്ല. ഇതൊരു 2 ചാനൽ ആംപ്ലിഫയറാണ്. ഒരു സ്റ്റീരിയോ ആംപ്ലിഫയറാണ്. പവർ ഓൺ ഓഫ്, ബ്ലൂടൂത്ത് മൊഡ്യൂള്, ബാസ്, ട്രബിള്, വോളിയം, സബ് വോളിയം എന്നുള്ളത് സബ്ബൊന്നുമില്ല. ഇത് ജസ്റ്റ് ഒരു ബാലൻസ്, അതായത് ലെഫ്റ്റ് റൈറ്റ് സ്പീക്കറുകൾ തമ്മിൽ ഒന്ന് മാച്ച് ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ളൊരു ബാലൻസ് കണക്കാണ് ഞാൻ ഇത് വെച്ചേക്കുന്നത്. ഇതൊരു അത്യാവശ്യം ഒരു കുഞ്ഞ് വാട്ട്സ് ഉള്ളൊരു ആംപ്ലിഫയറാണ്. അത്യാവശ്യം പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കുറച്ച് നാളായി ഇതുപോലെ വെച്ച് തന്നെ ഉപയോഗിക്കുന്നൊരു ആംപ്ലിഫയറാണ്. അപ്പോൾ ഇതിൽ കൊടുത്തേക്കുന്ന സ്പീക്കർ എന്ന് പറയുന്നത് ഇതാണ്. ഒരു 8 ഇഞ്ച് ബൂഫറാണ് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ വാട്ട്സ് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അത്യാവശ്യം കുറച്ച് നാളായി. സോണിയുടെ ഡ്യൂപ്ലിക്കേറ്റ്, സോണി എന്നൊക്കെ എഴുതിയിട്ടുള്ളൊരു ഡ്യൂപ്ലിക്കേറ്റ്, സോണിയോ പാനസോണിക്കെന്നോ എഴുതിയിട്ടുള്ളൊരു ഡ്യൂപ്ലിക്കേറ്റ് സ്പീക്കറാണ്. പിന്നെ ഒരു ട്യൂട്ടർ, നമ്മളെ ചിൽ സൗണ്ട് കേൾക്കാൻ ഇത്തിരി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ട്യൂട്ടറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നൊരു ചെറിയ കുഞ്ഞ് സ്പീക്കർ സിസ്റ്റം. അപ്പോൾ ഇതിൽ ഞാൻ കാണിച്ചു തന്ന സ്പീക്കറോട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നിങ്ങൾ ആദ്യം കണ്ടൊരു സ്പീക്കർ. അപ്പോൾ ഇതിലും 2 HF ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത് 2 HF ആണ്. ഈ മുകളിൽ കാണുന്നതും ഇതും HF ആണ്. ഇത്തിരി ചിൽ സൗണ്ട് കൂടുതൽ കിട്ടാൻ കണക്കിനുള്ളതാണ്. ഇതൊരു കുറഞ്ഞ ഒരു ഫുൾ റേഞ്ച് സ്പീക്കറാണ്. 4 ഇഞ്ചാണ്. അത്യാവശ്യം വാട്ട്സ്. ഞാൻ ഒരുപാട് സൗണ്ടൊന്നും വയ്ക്കാത്തതുകൊണ്ട് എനിക്കിത് ഓക്കെയാണ്. സൗണ്ട് വ്യത്യാസമുണ്ട്. മറ്റേ വലിയ 8 ഇഞ്ച് ബൂഫറും ഇതും കൂടെ ആയിട്ട് നല്ലൊരു സൗണ്ട് വ്യത്യാസം ഉണ്ടെങ്കിലും രാത്രിയൊക്കെ നമുക്ക് പാട്ട് കേൾക്കാനും പകൽ സമയത്തൊക്കെ അത്യാവശ്യം എൻജോയ് ചെയ്യാൻ നല്ലൊരു ഇതാണ്. ഈ ബോക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ചെയ്തെടുത്തതാണ്. അതിൻ്റേതായൊരു വൃത്തിക്കുറവും ഉണ്ടല്ലേ. അപ്പോൾ ഇതാണ് ആ രണ്ടാമത്തെ സ്പീക്കർ. അപ്പോൾ ഇതായിരുന്നു ഗൈസ് എൻ്റെ ഇത്രയും കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഞാൻ വന്ന് ഇട്ടിട്ട് പോയൊരു വലിയൊരു സംഭവമായിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത് കുറച്ച് പേർക്കെങ്കിലും ഇഷ്ടമാവുമെന്ന് കരുതുന്നു. ഇഷ്ടമാവുന്നവരൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഷെയർ ചെയ്യാൻ മാത്രം ഇതിനകത്ത് വലുതൊന്നുമില്ല, എങ്കിലും പറയുമ്പോൾ നമ്മളൊരു വീഡിയോ എന്ന നിലയിൽ, ഒരു യൂട്യൂബ് വീഡിയോ എന്ന നിലയിൽ ഞാനത് പറയുന്നു. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. പിന്നെ എൻ്റെ ആംപ്ലിഫയറിൻ്റെ ഫുള്ളായിട്ടുള്ള റിവ്യൂ, ഇത് ഓപ്പൺ ചെയ്ത് അതിനകത്ത് എന്തൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു വീഡിയോ വേണമെങ്കിൽ പറയുക. അതുപോലെ തന്നെ സ്പീക്കർ എത്ര വാട്ട്സിൻ്റെ ആണ്, അത് ഏതാണ് എന്നറിയാൻ താല്പര്യമുള്ളവരൊക്കെ പറയുക. അതുപോലെ തന്നെ ആ ഉപയോഗിച്ചിരിക്കുന്ന സ്പീക്കർ, അതിൻ്റെ ജോഡി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കംപ്ലൈൻ്റ് ആയിപ്പോയി. ഞാനത് എടുത്ത് മാറ്റി. അതിന് ശേഷമാണ് ഞാൻ അത് ആഡ് ചെയ്തത്. അപ്പോൾ അതിനകത്ത് വെച്ചിരിക്കുന്ന സ്പീക്കറുകൾ ഏതാണെന്നുള്ളതും അറിയാൻ താല്പര്യമുള്ളവർ പറയുക. സ്പീക്കറുകളുടെ വീഡിയോ വേണമെങ്കിൽ ഞാൻ ഒന്നായിട്ട് ചെയ്യാം. ആംപ്ലിഫയറിൻ്റെ വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. അപ്പോൾ മാക്സിമം ഇനിയും ഇതുപോലെ വീഡിയോസ് ഇടാൻ ഞാൻ ശ്രമിക്കാം. സപ്പോർട്ട് ചെയ്യുക. കാണുന്നവരൊക്കെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ എന്തെങ്കിലും ഇട്ട് അതിൽ കൂടെ കാണാം എന്ന് ഞാൻ കരുതുന്നു. ബൈ ബൈ.